ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ചെടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതായത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ വന്നിട്ട് ചെടി വാങ്ങിച്ചതിന്റെ വീഡിയോ ആയിരുന്നു. നമ്മൾ പോയി റോയ് ഗാർഡനിൽ കുറച്ചധികം ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ചെടികളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെടികളൊക്കെ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് എന്ന് പറയുന്നത് വീക്ക്ലി വൺസ് എങ്കിലും എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു പാടത്തിറങ്ങി അല്ലെങ്കിൽ പറമ്പിലിറങ്ങി കുറച്ച് കിളച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സസൈസും ആവും, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വീട്ടിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെടികൾ വാങ്ങിച്ചു, എന്നിട്ട് ഫ്രൂട്ട്സിൻ്റെ ചെടികൾ വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളും വീട്ടിൽ പറമ്പോ സ്ഥലമോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈം കിട്ടുമ്പം പറ്റുമെങ്കിൽ വല്ല ചെടികളൊക്കെ വയ്ക്കാം. സോ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ചെടി വയ്ക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേക്കുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ തട്ടിയേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. ഈ പറമ്പാണ് ഇത് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു കുഴി എടുത്തു കഴിഞ്ഞു, ഞാൻ എത്ര മുമ്പേ തന്നെ എടുത്തിരിക്കുകയാണ്. ഇനി പോയിട്ട് ഞാൻ വേണം കുഴി എടുക്കാൻ. ഇതുപോലെ സച്ചുകൊണ്ട് വന്നു. ബിച്ചു വീട്ടിലോട്ട് വന്നാണ്, അവനെയും പണി എടുപ്പിക്കുകയാണ്. നിങ്ങൾ ആരെയും വിട്ടു വയ്ക്കാറുള്ളതാണ്. ഈ ഓറഞ്ചിന്റെ പേരെന്താ പറയാ? കമല ഓറഞ്ച്. അമലയല്ല, കമല. പണിയെടുക്കുന്നുണ്ട് ചേട്ടൻ. ഒരു പുതിയ സീരീസ് തുറക്കാൻ പോവാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിസിയോ ഫാർമർ. ഫിസിയോ ഫാർമറാ? ഫിസിയോ ഫാർമർ. നിന്റെ മെയിൻ മോട്ടോ എന്താണെന്നറിയോ? ഈ പറമ്പുള്ള സ്ഥലം കുറെ പേരുണ്ടാവും. നമ്മൾ ഈ വീഡിയോ കാണുന്ന കുറെ പേര് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു മക്കളെ അടിക്കണം. അല്ലല്ല, അങ്ങനെ ഞാൻ പറയാണ്, കുറെ സ്ഥലങ്ങൾ ഉണ്ടാവും നമുക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം 4-5 ചെടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വയസ്സാകുമ്പോൾ മേ ബി ഒരു 10 years ലേറ്റർ ഈ കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് പറിച്ച് വല്ലതും തിന്നാം. കൂടെ ആരോഗ്യവും ഇരിക്കില്ല. വെക്കാനാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ആൾക്കാർ അത്യാവശ്യം വലിയ ചെടിയായതുകൊണ്ട് കായ്ക്കാറായി ഓൾമോസ്റ്റ് കുത്തി. ഇത് ഒറ്റയ്ക്ക് സുഖം കുത്തിയതല്ല, വെറുതെ ഇപ്പൊ പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ലാസ്റ്റ് 2 ഇത് മാത്രം വീഡിയോക്ക് വേണ്ടിയിട്ട്. അടുത്ത ചെടി വെക്കുന്ന തൊട്ട് ഞാൻ തന്നെ കുത്തിയെടുക്കൂടാ. പിന്നെ ഞാൻ ഇത്ര ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എനിക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സസൈസ് ആവുന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പ്രധാനം. അങ്ങനെയെങ്കിലും പണിയെടുക്കും. ഇവിടെ കടപ്പറ എന്നറിയില്ല, കടപ്പാറ ഈ സാധനത്തിന് പറയാം, കമ്പിപ്പാര എന്നാണ് പറയാ. നീ വെക്കുന്നതാണ് കമ്പിപ്പാര. നമ്മുടെ നാട്ടിൽ പറയുന്നത് കടപ്പാറ. ഇതിന്റെ പേര് കക്കൂട്ട്. സോ ഈ സ്ഥലം നമ്മളല്ല മേജർലി സൂര്യേട്ടൻ ഇതൊരു ഫ്രൂട്ട്സിന്റെ പൂന്തോട്ടമാക്കി മാറ്റാൻ. ഫ്രൂട്ട്സിന്റെ എങ്ങനെയാ പൂന്തോട്ടാവുക? ഫ്രൂട്ട്സ് തോട്ടം. നീ എന്താ പറഞ്ഞു സൂര്യേട്ട? അതിനെന്താ പറയുന്നത്? അല്ല, അതിവിടെ നമ്മള് വീട് പോലെ പണിയാണെങ്കിൽ ഫ്രൂട്ട് വില്ല അതില്ല പറഞ്ഞ വീടല്ലേ കുഞ്ചു? അല്ലെങ്കിൽ ഫ്രൂട്ട് സോൺ. ഇത് വുഡ് ബി ഫ്രൂട്ട് സോൺ. അപ്പുറത്തെ സ്ഥലം വന്നിട്ട് ഫ്ലവർ സോൺ ആക്കി മാറ്റുന്നതാണ് സൂര്യേട്ടന്റെ. സച്ചു അച്ഛനെ പണിക്ക് ചോദിച്ചാൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാം? നമ്മളായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അച്ഛൻ കുറച്ചുകൂടെ പണിയെടുപ്പിക്കും. നല്ലതാണ്. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്നറിയോ? പണിക്കാരിൽ നിന്ന് പണിയെടുപ്പിക്കൂല കേട്ടാ. മൈ ഡാഡി ഈസ് സോ ലേബർ ഫ്രണ്ട്ലി. പണിക്ക് വരുന്നവർക്ക് പണിയെടുപ്പിക്കില്ല. നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ നല്ലോണം പണിയെടുപ്പിക്കണം. ഓക്കെ, നീ ഇപ്പൊ അടുത്ത ചാണകം ഇട്ട് കൊടുക്കുക. എന്തിനാ ഇത്ര വലിയ കുഴി കുത്തിരിക്കുന്നത്? ചെടി വെക്കാൻ ഇത്രയും വലിയ കുഴി? ബിക്കോസ് ഈ പ്ലാന്റിന്റെ ഇത് നോക്കുക, അത്യാവശ്യം വലുതാണ്. ഇത് കായ്ക്കാറായി. അവക്കാഡോ, ഇതാണ് അവക്കാഡോ പ്ലാന്റ്. അപ്പൊ ഈ പ്ലാന്റ് ഓൾമോസ്റ്റ് കായ്ക്കാറായി. ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അധികം ദിവസമൊന്നും കാത്തിരിക്കാൻ പറ്റത്തില്ല, വേഗം കായ്ക്കുന്ന ചെടി വേണം വരുന്നു. അപ്പൊ ഏറ്റവും വലുത് അവർ പൊട്ടിക്കുന്നത്. അപ്പൊ ഇതിന് ഇത്രയും വലുതായതുകൊണ്ട് നമുക്ക് അത്രയും മണ്ണ്. നോർമൽ ചെടി വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ എത്ര മാസം എടുക്കും അവക്കാഡോടെയാ? അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആ കാര്യം എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്കറിയാം. മറ്റേ 3 കൊല്ലപ്പാ. ഫുട്ബോളിൽ ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഐ സപ്പോർട്ട് അർജന്റീന. അർജന്റീനയിൽ 3 പ്ലെയറുടെ പേര് പറയൂ. മെസ്സി, സസ്സി. അങ്ങനെയല്ല. നമ്മൾ പുതിയതായിട്ടൊരു സംഭവം തുടങ്ങുകയാണ്. ഇപ്പൊ ഒരു ചെടി വെക്കണമെങ്കിൽ നമുക്ക് അതിന്റെ എന്താ പറയാ, ചെടിയെ കുറിച്ചുള്ള ഡീറ്റെയിലും അത് എത്ര ദിവസം വേണം കായ്ക്കാനൊക്കെ അറിയണമെന്നില്ല. സംഭവം ചെറുക്കൻ സത്തി ചാണകമാണ്. ഇവനാണ് ഇവിടത്തെ കൃഷി എല്ലാം സെറ്റാക്കി നോക്കുന്നത്. ഇവനാണ് ഈ കുഴിയൊക്കെ കുത്തി തന്നത് ഞങ്ങൾക്ക് കേട്ടോ. ശരി, എത്ര ചാണകം പറഞ്ഞാ? ഇതൊക്കെ ഉടായ്പ്. കുഴി കുത്തിയത് അവൻ. 2 കക്ക്. എത്ര പറഞ്ഞാ?
എന്നാലും സൂര്യേട്ടന്റെ ഇനീഷ്യേറ്റീവ് ആണ് ഇതൊക്കെ കേട്ടോ. കൃഷി ചെയ്യണം, ഫുൾ പഴങ്ങളും പച്ചക്കറികളും വെച്ച് ചേട്ടനൊരു കൃഷിക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണത്. എന്താ പകില്ലേ ഓട്ടോടും കുഴി കുത്തിയിട്ട് അതിനകത്ത് കുറച്ച് കത്തി ചാണകപ്പൊടി ഇടാണ്. കത്തി സൈഡ് ഇങ്ങോട്ട് കുളിച്ചാ പോലും അത് വലിയ ചെടിയായതുകൊണ്ട് ഫുള്ളായിട്ട് അതിന്റെ പ്ലാസ്റ്റിക് കവർ കളയാതെ ഏറ്റവും ലാസ്റ്റത്തെ മാത്രം പൊളിച്ചു കളയുന്നതാണ് ഇത്. അമ്മ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള കൃഷിക്കാരനും പുതിയതായിട്ട് വരുന്ന ഫ്രഷറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ അവക്കാഡോ ചെടി വെച്ച് കഴിഞ്ഞു സക്സസ്ഫുള്ളി. നീ നെക്സ്റ്റ് ഇത് വരാതെ ശരിക്കൊരു അച്ഛൻ ഞങ്ങൾ വെച്ച ചെടിയിൽ ബാലൻസ് പണികൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി ചുറ്റും ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെത്ര തന്നെ ചെയ്ത് കഴിഞ്ഞാലും പെർഫെക്ഷൻ വരത്തില്ലല്ലോ. അപ്പോൾ പെർഫെക്ഷൻ എവിടേക്കാണോ മിസ്സായിട്ടുള്ളത് അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. നിനക്ക് ഏതാ കുത്തണ്ടേ? നിനക്കല്ലേ കുത്തണം പറഞ്ഞു കുത്തണ? ശരി സത്യമാണ്. കത്തി പിടിപ്പാ മുടിഞ്ഞു എനിക്ക് എനിക്ക് ഇരിപ്പോലില്ല. നോക്കട്ടെ കുത്ത് കുഴിയിൽ വീഴണ്ട കേട്ടാ. പൊക്ക് പൊക്ക് പൊക്ക്. അതെ 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 അല്ല എന്ത് അല്ല ഇങ്ങനെ തോണ്ടിക്കഴിഞ്ഞാൽ നാളെ തോണ്ടാനായിട്ട് മുന്നോ എന്തെടുക്കാൻ ഇതിനകത്ത് മാറ്. അത് ഒന്നും ആയിട്ടില്ലമ്മാ. എന്റെ കത്തിനെ കമല ഓറഞ്ച് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ചെടി കേട്ടാ. അടുത്ത ഇനി കുഴി എടുത്ത് നമുക്ക് അടുത്ത ചെയ്യാം. സച്ചു എന്നിട്ട് കിണറാണ് വെച്ച് വിട്ടാ വെച്ചിരിക്കണേ. ശരി ശരി നീ പാട്ട് പറഞ്ഞ് കേൾക്കില്ല. ഞാൻ ചെടി എവിടെ വെക്കണം എന്നുള്ള ഡിസ്കഷനാണ് കാര്യം. ഈ പാടത്ത് നമ്മളിപ്പോൾ 4 വെച്ചു, പറമ്പിൽ 4 വെച്ചു. ഇനിയിപ്പോൾ എവിടെ വെക്കണം എന്നുള്ളതിന്റെ ഭയങ്കര ഡിസ്കഷനാണ്. സച്ചിൻ പറയണം അവിടെ വെക്കാന്ന്, അച്ഛൻ പറയാം എവിടെ വെക്കാന്ന്, അച്ഛൻ പറഞ്ഞ ലൈനായിട്ട് വെക്കാന്ന്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നിരിക്കണം. ഫുൾ ആൻഡ് ഫുൾ പ്ലാനിങ് ആണ്. ആദ്യം ഓൾറെഡി ഒരു പ്ലാനിങ് കഴിഞ്ഞതാണ്, ഇപ്പൊ രണ്ടാമതൊരു പ്ലാനിങ് ആണ്. കാര്യം സെന്ററിൽ കൂടെ വഴി പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനിയിപ്പോ ഇനി എന്താണെന്നുള്ളത് പോയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാം. அப்பா நீங்க எடுங்கப்பா, நீங்க இருங்கோ ரொம்ப ஒன்றும் பார்க்கணும். தோட்டத்தில் எடுத்து விடுங்க, அவ்வளோதான். இல்லை என்ன எண்ட் ஆஃப் த டே செடி வைக்கணும், பழம் கிடைக்கணும், திங்கணும், அவ்வளோதான். ഡിയർ ആപ്പിൾ സച്ച് വയ്ക്കുകയാണ്. മണ്ണ് കുറച്ച് വിടണം മഞ്ജു, மண்ணு கொஞ்சம் போடணும்னு நினைக்கிறேன். കുറെ ദിവസങ്ങൾക്ക് ശേഷം ചെടി വെച്ചില്ലേ? എത്ര ദിവസത്തിന് ശേഷം? വർഷങ്ങൾക്ക് ശേഷം. ഏത് ചെടിയാ വെച്ചത്? ഈ ചെടിയുടെ പേരെന്താണ്? ബിയർ ആപ്പിൾ. ബിയർ ആപ്പിൾ. അപ്പൊ ബിയർ ആപ്പിൾ ചെടി പറയുന്ന പേരാണ്. പിന്നെ ഞങ്ങളൊക്കെ പറയുന്ന എലന്തപ്പഴം, അതിന്റെ ഹൈബ്രിഡ് സാധനം അതല്ലേ? ആ, അതിന്റെ വലിയ സാധനം. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ചെടി വെക്കാം. ശരി, വാ വാ വാ, ലെറ്റ്സ് മൂവ് ലെറ്റ്സ് മൂവ് ലെറ്റ്സ് മൂവ്. അടുത്ത ചെടി വെക്കാം. അതാണ് അച്ഛനോട് അച്ഛൻ നല്ല കറക്റ്റ് ആവുള്ളൂ. അച്ഛൻ പറഞ്ഞ കൊണ്ടു. നമ്മളിപ്പോ വെറുതെ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അച്ഛനൊരു സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവല് പറയും. അല്ല, ഒരു മിനിറ്റ് നേടി കറക്റ്റ് ആണ്. അപ്പാ ഇത് ഓക്കെ, ഡിസ്റ്റൻസ് മതിയാ? കൊഞ്ചം കൂടെ പിന്നാടി പോണമാ. ഇത് இந்த 2 மரத்துக்கு இடையில பின்னாடியே கொஞ்சம்
വെയിറ്റ് ചെയ്യേ, അതല്ലേ പറയണത്. എന്താ എന്താ കറക്റ്റ് അല്ലേ? ഞാൻ പറയട്ടെ, എന്തായാലും കുഴി വലുതായിരിക്കും. സെന്ററിൽ ചെടിന്റെ സെന്റർ ആക്കി അപ്പാ இந்த ரெண்டு மரத்துக்கு இடையில வைக்கிறதா? ഇവിടെയാണമ്മ, ഇവിടെ. പക്ഷെ ബീറെപ്പോഴും നല്ല സ്പ്രെഡ് ചെയ്ത് വരില്ലേ? അപ്പൊ ഇവിടേക്ക് വന്നോട്ടെ, ഇങ്ങോട്ടൊക്കെ അവിടെ കൊയ്യാക്ക് വെച്ച് കഴിഞ്ഞാ കൊയ്യൊക്കെ അവിടെ കൊയ്യൊക്കെ അവിടെ ഇല്ല, അവിടെ ഇവിടെ വേറെ എന്തെങ്കിലും വെക്കാം. ഇവിടെ കൊയ്യാക്കി വെക്കാം. അവിടെ ചെറുത് വെക്കാം, ഇസ്രായേൽ ഓറഞ്ച് വെക്കാം. പരിപാടി വരുന്നില്ലേ? ഇവിടെ തന്നെ ഇവിടെ കുത്തിക്കോ, അവിടെ വെക്കാം. ഇവിടെ കുത്തിക്കോ. ബാ, അവിടെ ആ വേപ്പൊക്കെ കുഴിയെടുക്കുന്നതിനേക്കാളും കഷ്ടമാണ് സ്പോട്ട് ചെയ്യണത്. അപ്പാ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, വേലയുണ്ടെന്നാ വേറെങ്കിലും വയ്ക്കുന്ന പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ കുത്തി വെച്ച് മാർക്ക് ചെയ്ത് വെച്ചാൽ കുത്തിട്ട് അങ്ങ് വെച്ചിരിക്കുമല്ലോ. സെറ്റ് മഴ വന്നു. മണ തട്ടി എടുപ്പാ, ஸ்லோவா போடு, கரெக்டா ஸ்ட்ரைட்டா நீ பாட்டி இருக்கிறேன். നല്ല മഴയത്ത് താണ്ട് സച്ചു അമ്പാഴങ്ങി ചെടി വെച്ചോണ്ടിരിക്കണു. ഞാൻ കുറച്ചു നേരം നനഞ്ഞു ഇങ്ങോട്ട് വന്നു. ദാ സത്തി അവിടെ ഒരുത്തി അവിടെ നിന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ, ഇന്ന് ഭയങ്കര എന്താ പറയാ, കൃഷിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല. എന്നത് ഒരു ദാട്ടി മുടിവ് പണിട്ടാ സച്ചു അവൻ പേച്ചേ അവനെ കേൾക്കാൻ മാട്ടാം. വീട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന ചെക്കൻ വെറുതെ ആ സച്ചുവിനെ കാണാൻ വന്നതാണ്. ഇവിടെ വന്നപ്പോ നടുക്കാട്ടിൽ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി പിടിച്ചു നിർത്തിയാണ്. ഇതാണ് പാവം, എന്താ പറയാ, സിവിൽ സർവീസിൽ പഠിക്കേണ്ട ചെക്കൻ കൊണ്ടുവന്ന് പട്ടിയുടെ ഒപ്പം ഇരുത്തി ഞങ്ങള്. ഞങ്ങളുടെ ആസ്ഥാന ക്യാമറാമാനാണ് വിച്ചു. ബഡിന്റെ താഴെ ഞാൻ മണ്ണ് എടുക്കണോ മൊത്തം ഇത് തിരിച്ച് ശരിട്ടാ. ഓ പറ. അല്ല, ഈ ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങി ചെടികളോടെ കാശ് എത്ര? അതെ, ഇതൊക്കെ നമ്മൾ അടുത്ത് തന്നെ വാങ്ങിച്ചത്. റോയ് ഗാർഡൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, വാങ്ങിക്കുന്ന വീഡിയോ. അപ്പൊ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസ് ചെയ്യുന്നില്ലേ, ജിമ്മിൽ പോയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്നില്ലേ, അതിനേക്കാളും ബെറ്റർ ഇത് ആഴ്ചക്ക് ഒരു തവണ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ മതി. അതായത് നോർമലി ഏതൊരു സംഭവം പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ടാവും. ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ ആവുകയും ചെയ്യും. ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് ആവാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷേ ഹെൽത്തി ആയിരിക്കും നമ്മൾ. അതായത് നമുക്ക് എന്താ പറയുക, ഫുള്ള് പണിയെടുക്കണ്ടല്ലോ, ബേൺ ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡിനൊക്കെ ആഴ്ചക്ക് ഒരു തവണ സ്വന്തം അവനവൻ്റെ പറമ്പിൽ ഇറങ്ങിയിട്ട് കളിച്ചാൽ പോരെ. പോരാ ചേച്ചു? എന്താണ് ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും നമ്മളിപ്പോ നോക്കുമ്പോൾ നമ്മളിപ്പോ ജിമ്മിൽ പോയിട്ട് ഇവൻ ജിമ്മിൽ പോണ്ടല്ലോ, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെറുതായിട്ട് അല്ലല്ല, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യില്ലേ, വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ഹെൽത്തിയും അല്ലെങ്കിൽ എന്താ പറയാ ഫ്ലെക്സിബിലിറ്റിയും മസിൽസും കൂടുതലുള്ളത് ആർക്കാടാ? കൃഷിക്കാർക്ക് തന്നെ. അത്രേ ഉള്ളൂ. കൃഷിക്കാര് ലോഡിംഗ് പണി പിന്നെന്താണ്, അങ്ങനത്തെ മേഖലയിലുള്ളവർക്കാണ് നല്ല മസിൽസും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡി ഉണ്ടാവും. അതൊക്കെ അത്രേ ഉള്ളൂ, അതാ പറഞ്ഞത്. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങിയത്. വേറെ ഒന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം ഞാൻ ഇറങ്ങി കളിച്ചു, നല്ല രസമുണ്ടായിരുന്നു. ബിക്കോസ് അത് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഈ ബ്രീത്ത് ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ആഴ്ചക്ക് ഒരു തവണ ചെയ്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെടി വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ കൂടെ വീഡിയോയും ചെയ്തു പോകുന്നു. അതാണ് 2 in 1 പർപ്പസ്. ആരോഗ്യത്തിന് ആരോഗ്യം, ആരോഗ്യത്തിന് ആരോഗ്യം, വീഡിയോക്ക് വീഡിയോ. സച്ചേര് ചെടി ഫ്യൂച്ചറിൽ നല്ല സാധനം കഴിക്കാം. അതെ, ഇന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട്സ് കഴിക്കാം. കട്ട് ചെയ്തോ. അപ്പൊ ആപ്പിൾ ചാമ്പ ഈ സാധനം നമ്മള് നമ്മുടെ പറമ്പിന്റെ അറ്റത്തായി ചെയ്തിരിക്കും. കാര്യം എന്താ വെച്ചാല് ഇതിൽ ചിലപ്പോൾ വവ്വാലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീടിന് കുറച്ച് ദൂരെയായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ആദ്യത്തെ ചെടി. രണ്ടാമത്തെ പിച്ചുവാ, അടുത്ത ചെടി. അപ്പൊ ഇത് ബ്ലാക്ക് ഗുവാട്ടാ. അപ്പൊ ഈ ബ്ലാക്ക് ഗുവായുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പേരക്കിനേക്കാളും ഈ സാധനത്തിന്റെ പുറം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പറഞ്ഞു, കഴിക്കാൻ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വരട്ടെ, വച്ചിട്ടേ ഉള്ളൂ, വേഗം കായ്ക്കുന്നൊക്കെയാ പറഞ്ഞത്. ഇനി അടുത്തത് ദേ ഇവിടെ
ദാ ഡിയർ ആപ്പിൾ അടുത്ത് വന്നോ നല്ലോണം. ഡിയർ ആപ്പിള് എലന്തപ്പഴം പറയുമല്ലോ, അതിന്റെ വലിയ സൈസ് ഉള്ളത്, പച്ച കളറുള്ളത്. ഇനി അടുത്ത ചെടി അമ്പാഴങ്ങ, സ്വീറ്റ് അമ്പാഴങ്ങ കേട്ടോ. അമ്പാഴങ്ങ എപ്പോഴും പുളിപ്പല്ല ഉണ്ടാവുക, ഇത് നല്ല സ്വീറ്റ് അമ്പാഴങ്ങയാണ്. ഇതിൽ ഓൾറെഡി കായുണ്ട്, നമ്മൾ വച്ചിട്ടേ ഉള്ളൂ. ഇതിന് വലുതായിട്ട് വേണം നോക്കാൻ ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇനി എത്ര ദിവസം എടുക്കുന്നറിയില്ല, പക്ഷെ ഇപ്പൊ തന്നെ കായ്ക്കുന്ന പറഞ്ഞത്, ഓൾറെഡി കായുള്ളതുണ്ട്. ഇപ്പൊ അടുത്ത ചെടി ഇസ്രായേൽ ഓറഞ്ച്. ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെടിയൊക്കെ കാണിച്ചു തന്നിട്ട്, എന്നാലും വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കണ്ടേ. ദാ ഇസ്രായേൽ ഓറഞ്ച്, നല്ല ഒരു വഴ ഇതിനകത്തുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇനി എത്ര പെട്ടെന്ന് വരുന്നു നോക്കാം. ഇസ്രായേൽ ഓറഞ്ച്, സ്റ്റാർ ഫ്രൂട്ട്, ദാ സ്റ്റാർ ഫ്രൂട്ട്. പിന്നെ അടുത്തത് എവിടെ, ദാ ഇവിടെ ടേബിൾ ലൈം, ദാ ടേബിൾ ലൈം. ടേബിൾ ലൈം അച്ഛനൊരു ചെടി ഞാൻ മിസ് ചെയ്തു എന്ന് പറഞ്ഞോണ്ടിരിക്കണം, അത് സ്വീറ്റ് അമ്പാഴങ്ങ, അത് ഞാൻ ചെയ്തു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഏറ്റവും ഈ ചെടി കണ്ടിട്ടാണ് ഞാൻ ചെടി വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചത്. അതൊക്കെയാടാ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളതും ഏറ്റവും കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങിച്ച ചെടി ഇതാണ്. അപ്പൊ ഇതെന്തായാലും വരട്ടെ, വേഗം വേഗം കായ്ക്കുന്ന പറഞ്ഞു. അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്. എഗെയിൻ ഒരു ടേബിൾ ലൈം കൂടെ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ ടേബിൾ ലൈം കാണിച്ചതുകൊണ്ട് അടുത്തതും കൂടെ കാണിക്കാം. ഇത് ഏറ്റവും അവസാനം ഉള്ളത് കമല ഓറഞ്ച്. അടുത്ത് വന്നോ, ഇത് കമല ഓറഞ്ചും കൂടെ കാണിച്ചു കൊടുത്തോ. ചെടിയൊക്കെ ഓൾറെഡി ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെടി വാങ്ങിക്കുന്നതും കൂടെ. ചെടിയുടെ വില ഇതൊക്കെ എനിക്ക് വലിയ ഐഡിയ ഇല്ല, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എവിടെന്നാ വാങ്ങിച്ചതെന്ന്. അതിൽ നമ്പർ ഉണ്ടാവും, ഫോൺ നമ്പർ, അതിൽ വിളിച്ചു ചോദിച്ചാൽ മതി. ഇനി എന്നെ ഹെൽപ്പ് ചെയ്തത്, ഇത് ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ, കൂടുതൽ പണിയെടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഫ്രണ്ട്സ്, ചെടി വയ്ക്കണം എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. ചെടി വയ്ക്കാൻ ആഗ്രഹം മാത്രം ഉണ്ടായ പോരാ, അത് എവിടെ വെക്കണം എന്നും കൂടെ അറിയണം. ചെടി വാങ്ങിച്ചിട്ടൊക്കെ വന്ന് എങ്ങനെ വെക്കണം എന്ന് അറിയില്ല. അച്ഛനാണ് ഫുള്ള് നമുക്ക് പറഞ്ഞു തന്നത്. അച്ഛനാണ് വിളിച്ചു, അങ്ങോട്ട് പോയി. അപ്പൊ അച്ഛനാണ് ചെടി എവിടെ വെക്കണം, എത്ര ഡിസ്റ്റൻസിൽ വെക്കണം എന്ന് പറഞ്ഞത്. പിന്നെ അതാണ്ട് എന്റെ ടീം അവഞ്ചേഴ്സ് സച്ചു വന്ന് പെട്ടതാണ് കാര്യം. അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു, നൈസായിട്ട് അവരെയും പിടിച്ച് പണിക്ക് നിർത്തി. അപ്പൊ ഇവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടാ. അപ്പൊ ഞാനാണ് ഈ പണി ചെയ്യണം വിചാരിച്ചത്, പക്ഷെ എന്നെക്കാളും കൂടുതൽ എഫേർട്ട് ഇട്ടത് പിള്ളേരാണ്. അത് പറഞ്ഞിട്ട് ഐഡിയ എന്റെ ആണല്ലോ, അങ്ങനെ പറയാലോ അല്ലെ. പിള്ളേരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. ഒറ്റയ്ക്കൊക്കെ ചെയ്തിരുന്നെങ്കിൽ കാര്യമായിട്ട് പറയാം, ഒരു ചെടി 2 ചെടി ഞാൻ വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നടുവിളിക്ക് ഇരുന്നാണ് 10 ചെടി വെച്ചു. പ്ലാനർ അച്ഛൻ ചെടി എവിടെ വെക്കണം, എത്ര ആഴം കുഴിക്കണം, എങ്ങനെ വളമിടണം എല്ലാം പറഞ്ഞ ആള്. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പരിപാടി ചെയ്യുക. വീട്ടിൽ അച്ഛന്മാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല ഹെൽത്ത് വൈസ്. നമ്മളപ്പോ പോയി നിൽക്കുക, അവർ പറഞ്ഞുതരും, നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് ചെയ്യുക. ഒരിക്കലും നമ്മളിപ്പോ ഒരു വൈറ്റ് കോളർ ജോബ് ആണെന്ന് പറഞ്ഞിട്ട് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും കൈ തിന്നാൻ വേണമെങ്കിൽ ഫ്യൂച്ചറിലോട്ട് ഉറപ്പായിട്ടും നമ്മൾ ഇതൊക്കെ ചെയ്യണം. ചെയ്താൽ മാത്രമേ ഫ്യൂച്ചർ വല്ലതും തിന്നാൻ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ആര് തരും, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ത് കിട്ടും, വെജിറ്റബിൾസ് എപ്പോൾ പുറത്തുനിന്ന് വരുന്ന കാത്തിരിക്കേണ്ടി വരും. കാശ് കൂടി നമ്മൾ കുറ്റം പറയാറുണ്ടല്ലോ, പച്ചക്കറിക്ക് വില കൂടി, പഴത്തിന് വില കൂടി എന്നൊക്കെ. അതൊക്കെ വരുത്തി വെക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് പറമ്പുണ്ടെങ്കിൽ 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ പരിപാടികൾ ചെയ്യാം. നമുക്ക് വേണ്ട സാധനം നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമുക്ക് തന്നെ കഴിക്കാം. അപ്പൊ കാശ് കൊടുക്കണ്ടല്ലോ. അപ്പൊ ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസ് ബെൽ ബട്ടൺ തട്ടുക, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാൻ വിട്ടുപോയതല്ല. അതായത് അമ്മ, പിന്നെ പൊന്നു സൗ കാര്യം, എനിക്ക് ഈ ചെടി വാങ്ങിക്കാൻ താല്പര്യമില്ലാത്ത സമയത്ത് എന്റെ അടുത്ത് വഴക്കടിച്ചിട്ട് സ്ഥലം ആ റോയ് ഗാർഡനിലോട്ട് എന്നെ വലിച്ചുകൊണ്ട് പോയത് അവളാണ്. അടിയുണ്ടാക്കിയിട്ടാ കൊണ്ടുപോയത്. കാര്യം ഞാൻ വീട്ടിൽ വരാനുള്ള തിരക്കിലായിരുന്നു. അവൾ ഇല്ല ചെടി കണ്ടിട്ടേ പോകുന്നു പറഞ്ഞു. അവിടെ പോയപ്പോൾ ഞാൻ കുറെ ചെടി വാങ്ങിച്ചു, അതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ എന്തെങ്കിലും കാണിച്ചു കൂട്ടി ചെടി വെക്കാനായിരുന്നു പ്ലാൻ. അപ്പൊ അമ്മയെ പറഞ്ഞത് അച്ഛൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നതല്ലേ നല്ല, അച്ഛന് കാര്യം അറിയില്ല. നമ്മൾ അത്ര നേരം ആലോചിച്ചില്ല. വീഡിയോ എടുക്കണം എന്റെ മൊബൈലില്, അതിന്റെ ക്രെഡിറ്റ് ഇനി അതും കൂടെ ഞാൻ പറയണ അല്ലേ. ഇത് ലാസ്റ്റ് ഞങ്ങള് കേടുപടുത്തിയത് ചായ കിട്ടാൻ വേണ്ടിട്ട്, വേറെ വഴി ഇല്ലെങ്കിൽ തിന്നാൻ കിട്ടണ്ടേ. അപ്പൊ ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.